2029 മൂന്നാം UPA സർക്കാർ നിലവിൽ വരുമെന്നും ശക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കുമെന്നും UPയുടെ ഘടകകക്ഷികളായിരുന്ന തൃണമൂൽ കോൺഗ്രസ്, DMK എന്നിവർ പറയുന്നു. മൂന്നാം UPA സജ്ജമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് കൊണ്ടുവന്നാൽ മാത്രമേ BJPയുടെ അധികാര ദുർവിനിയോഗത്തിന് ഒരു ശമനമുണ്ടാവുകയുള്ളൂ. BJPക്കൊത്ത എതിരാളി ഈ രാജ്യത്തില്ല എന്ന അഹംഭാവമാണ് മോദിയെയും അമിത്ഷായെയും നെറുകേടുകൾ കാട്ടാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ സമാജ്വാദി പാർട്ടിയും ബിജു ജനതാദളും കോൺഗ്രസിനോടൊപ്പം നിന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് യാഥാർത്ഥ്യമായിരിക്കുമെന്നും അതിനുവേണ്ടിയുള്ള ഇന്ത്യ മുന്നണി യോഗത്തിലേക്കാണ് നീങ്ങുന്നതെന്നും വളരെ വ്യക്തമായ സൂചനകൾ പുറത്തുവരികയാണ്. ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് പരിഹാസത്തോടെ പുച്ഛമായ രീതിയിലാണ് BJP നേതാക്കളുടെ സമീപനം. കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ വർഗീയ ഫാസിസത്തെയും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നവരെയും എതിർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJPക്കെതിരെ കോൺഗ്രസ് അനുകൂല പാർട്ടികൾ രംഗത്ത് വന്നത്. എന്നാൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന NDAക്ക് സമാനമായ മുന്നണി സംവിധാനത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വളരെ വ്യക്തമാകുന്ന പ്ലാനും സ്ട്രാറ്റജിയുമായിരിക്കും മെനയുക. സമാജ്വാദി പാർട്ടിയും ബിജു ജനതാദളുമായിരിക്കും ഇതിനകത്തെ പുതിയ അംഗങ്ങൾ. നിലവിലെ പഴയ പാർട്ടികളിൽ പലതും പൊളിഞ്ഞു പാളീസായി. സമാജ്വാദി പാർട്ടിക്ക് ബദലായിരുന്ന ബഹുജൻ സമാജ് പാർട്ടി UPയിൽ ഇന്നില്ല. അതിനു പകരം ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ടുകൾ ഏറെക്കുറെ ചന്ദ്രശേഖർ ആസാദിനാണ് നഗീല മണ്ഡലത്തിൽ ലോക്സഭയിൽ കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. സമാജ്വാദി പാർട്ടിയും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്റ്റേറ്റായി ഉത്തർപ്രദേശ് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ BJP പതിവിലും ശക്തമായി പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറിയത് നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ഘടകകക്ഷികളെ കൂടുതൽ പ്രാധാന്യത്തോടെ അവരെ കൂടി പങ്കെടുപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഉദ്ധവ് വിഭാഗത്തിന്റെയും ശരത് പവാർ വിഭാഗത്തിന്റെയും ഒക്കെ പിന്തുണ മഹാരാഷ്ട്രയിലുണ്ട്. എങ്കിലും അവിടെ ഇപ്പോൾ പാർട്ടി ദൗർബല്യത്തിലാണ്. അധികാരം പിൻവാതിൽ കൂടി വലിച്ചെടുത്തതിന്റെ അഹങ്കാരം ദേവേന്ദ്ര ഫഡ്നാവിസിനുണ്ട്. മാത്രമല്ല സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ NDAയിൽ നിന്നും പിളർപ്പ് വന്നേക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനാണ് UPയുടെ തീരുമാനം. ഇന്ത്യ അലയൻസ് എന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. 315 വോട്ടുകൾ കിട്ടേണ്ടിയിരുന്ന സുദർശൻ റെഡ്ഡിക്ക് എന്തുകൊണ്ട് 300ലേക്ക് ഒതുങ്ങി? 452 വോട്ടുകൾ CP രാധാകൃഷ്ണന് എങ്ങനെ അവിചാരിതമായി ലഭിച്ചു എന്നത് ഇന്ത്യ മുന്നണിയിലെ അപാകതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെയാണ് കോൺഗ്രസ് UPA സംവിധാനം തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മോളെ, ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ, വലിയ ലക്ക. അമ്മേ, കേരളത്തിൽ ഇപ്പൊ വെറും ലക്കല്ല, നന്ദില ജിമാർട്ട് വക്കാലക്ക. നന്ദില ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.